ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ അങ്കമാലി സ്റ്റൈല് ചെമ്മീനും മാങ്ങയും കറി വെച്ചു. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ചോറിന് വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു കറി ഉണ്ടെങ്കിൽ അത്രയും നല്ല ഒരു കറിയാണിത്. ഒരു 1/2 കിലോ, ഒരല്പം കൂടി കൂടുതലുണ്ട്. നമ്മൾ ചെമ്മീൻ വൃത്തിയാക്കി തൊണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ എടുത്തിവിടെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഇത് വെക്കാനായിട്ട് കൂടുതൽ നല്ലത്. നമ്മളിവിടെ 2 സവാള, ഒരു മീഡിയം സൈസ് സവാളയാണ്, ഒരുപാട് വലുതല്ല, അത് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10 കാന്താരി മുളകും ഇവിടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞിടാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. കടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിത് ചതച്ചിട്ടതാണ്, കുറച്ചുകൂടി ടേസ്റ്റും ആകും. പിന്നെ നമ്മളിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളൊരു മാങ്ങ. ഈ ഒരു രീതിയിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാങ്ങ കട്ട് ചെയ്തിരിക്കുന്ന രീതി. മാങ്ങ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. പിന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി വേണം, അതുകൂടി ഞാൻ ഈ സവാളയിലേക്ക് ഇടുകയാണ്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഈ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും പച്ചമുളകും ചേർന്ന ആ ഒരു കൂട്ടുകൂടി നമ്മൾ ഇടുന്നുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്തത്. ഇനി നമുക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നമുക്കൊരല്പം കൂടി വേണം, 1.5 ടേബിൾ സ്പൂൺ വേണം. ഇപ്പം നമ്മൾ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞങ്ങളിവിടെ ചേർത്തിരിക്കുന്നത്. നമ്മൾ കാന്താരി മുളക് 10 ചേർത്തിരിക്കുന്നതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓരോരുത്തർ എരിവിനനുസരിച്ച് ചേർക്കുക. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി കൊടുക്കണം. ചെമ്മീനിലേക്ക് നമ്മുടെ ഈ പൊടികളും സവാളയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം. അതിനുശേഷം കറി വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി കിട്ടുക. നമ്മളിവിടെ ഒരു തേങ്ങയുടെ പീരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ച് നമുക്ക് പാലെടുത്തിട്ട് വരാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ തേങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 1 ഗ്ലാസ് വെള്ളം ചേർത്താണ് നമ്മൾ മിക്സിയിൽ അടിച്ചത്. 1 ഗ്ലാസും കൂടി ചേർത്ത് 2 ഗ്ലാസ് ഉണ്ട് ഇത്. അതുപോലെ 2 ഗ്ലാസ് രണ്ടാമത്തെ പാലുണ്ട്. ഇത് ഫസ്റ്റ് പാല്, ഇത് സെക്കൻഡ് പാല്. നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് പാല് ഫസ്റ്റ് ഇതിനകത്ത് ചേർത്ത് ഈ തിരുമ്മി വെച്ചേക്കണയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യാൻ പോണത്. എന്നിട്ട് നമ്മളൊന്ന് ഇണക്കി കൊടുക്കാം, കാരണം ആ അരപ്പ് പിടിച്ചിരിക്കുന്നതൊക്കെ മാറണ്ടേ. അത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് പാലിരിക്കണതിന് കുറച്ചുകൂടി ഇതിൽ ചേർക്കുക. അത് കുറച്ച് ചേർത്താൽ മതി, മറ്റേത് വെന്ത് കഴിയുമ്പോൾ ചേർക്കാനുള്ളത്. നമ്മളിത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇത് മൂടി വെച്ചേക്കാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വലിയ പാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ചെറിയ പാത്രമാണ്. അപ്പോൾ ഈ അരപ്പ് മുഴുവൻ ഇതിലേക്ക് തിളച്ച് കയറും. അപ്പോൾ അത് കാരണം ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം, അല്ലെങ്കിൽ ഒരു സ്വല്പം ഗ്യാപ്പിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മളുടെ പാത്രത്തിലേക്ക് തിളച്ച് കയറില്ല. നമുക്കിപ്പോൾ കറി തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കിയിടാം. അപ്പോൾ നമ്മൾ അല്പം തുറന്ന് വെച്ചതിൻ്റെ ഗുണം കണ്ടോ, ഇതിൻ്റെ മൂടിക്കാമൊന്നും ആയിട്ടില്ല, തിളച്ച് പൊന്തിയിട്ടില്ല. നമ്മൾ ഫുള്ള് അടച്ച് മൂടിയ തിളച്ച് പൊന്തി നമ്മളുടെ അരപ്പൊക്കെ പാത്രത്തുമ്മ ആവി കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് അരപ്പിൻ്റെ അംശം കുറയും. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ കുറച്ചിരിക്കുകയാണ്. ഇതൊരു 15 മിനിറ്റ് നേരമാണ് നമുക്ക് കുക്കിങ്ങിനായിട്ട് വേണ്ടത്. ഉപ്പ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മൂടി വയ്ക്കുകയാണ്. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇളക്കരുത്, പതുക്കെ ഇളക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മാങ്ങയായിട്ട് ഉടഞ്ഞു പോകും അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് എന്തായി പാകമായോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് സ്വല്പം എടുത്തിട്ട് നമ്മൾ ഈ സവാളയൊക്കെ വെന്തോന്ന് നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വെന്തുണ്ട്. നമുക്ക് ഇനി ആദ്യത്തെ പാല് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് പാല് ബാലൻസ് ഇരിക്കുന്നത് തീ കൂട്ടി കൊടുക്കാം. തീ നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്.
മാങ്ങയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ സിമ്മാക്കി ഇടാം. അപ്പോൾ ഒന്ന് കിടന്ന് കഴിയുമ്പോൾ അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല ശോഭയിലാവും. അപ്പോൾ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും.